നമസ്കാരം, ഞാൻ സൂര്യ വാസൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. സമരത്തിൽ സമവായമില്ലാതെ സഹകരണ മേഖലയ്ക്ക് വിനയായ കേന്ദ്ര നയത്തിനെതിരെ CPM-നൊപ്പം സംയുക്ത സമരം നടത്തുന്നത് സംബന്ധിച്ച് UDF-ൽ കടുത്ത ഭിന്നത. സംയുക്ത സമരം വേണ്ടെന്ന VM സുധീരന്റെ നിലപാട് തള്ളി മുസ്ലിം ലീഗ്. ഇക്കാര്യത്തിൽ യോജിച്ചുള്ള സമീപനമാണ് വേണ്ടതെന്ന് KPA മജീദ്. സമാന രീതിയിലുള്ള സമരമാണ് വേണ്ടതെന്നും അതിന് സംയുക്ത സമരമെന്ന അർത്ഥമില്ലെന്നും സുധീരൻ പറഞ്ഞത് രാവിലെ. സഹകരണ പ്രതിസന്ധിയിൽ ഇടത് കക്ഷികൾക്കൊപ്പം സഹകരിച്ച് സമരം നടത്തുമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രഖ്യാപനം തള്ളിയായിരുന്നു സുധീരന്റെ നിലപാട്. മുന്നണിയിലെ അഭിപ്രായ ഭിന്നതയ്ക്ക് ആക്കം കൂട്ടുന്ന ലീഗ് നിലപാടിൽ കോൺഗ്രസ് നേതൃത്വത്തിന് നീരസം. LDF-നൊപ്പമുള്ള സമരത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ലെന്ന് സുധീരനും അഭിപ്രായ ഭിന്നതയുണ്ടെങ്കിൽ UDF യോഗം വിളിക്കണമെന്ന് ലീഗ് ജനറൽ സെക്രട്ടറിയും. തിരിച്ചുവരവിൽ തലൈവി. തമിഴ്നാട് മുഖ്യമന്ത്രി ജയലളിത ആരോഗ്യം വീണ്ടെടുത്തെന്ന അപ്പോളോ അധികൃതരുടെ പ്രഖ്യാപനത്തിനു പിന്നാലെ തലൈവിയെ തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും മാറ്റിയതായി പാർട്ടിയുടെ ട്വിറ്റർ സന്ദേശം. 2 മാസത്തെ ചികിത്സ പൂർത്തിയാക്കിയ ജയ വൈകാതെ ആശുപത്രി വിടുമെന്ന സൂചന. ശ്വാസകോശത്തിന്റെ പ്രവർത്തനം മെച്ചപ്പെട്ടതോടെ ജയയെ വെന്റിലേറ്ററിൽ നിന്നും മാറ്റിയത് കഴിഞ്ഞ ദിവസം. ICU-വിൽ നിന്നും അപ്പോളോയിലെ പ്രത്യേകം തയ്യാറാക്കിയ മുറിയിലേക്ക് മാറ്റിയ ജയലളിത മുഖ്യമന്ത്രി എന്ന നിലയിൽ ഫയലുകൾ നോക്കി തുടങ്ങിയതായും റിപ്പോർട്ട്. പനിയും അണുബാധയും കാരണം ജയലളിതയെ അപ്പോളോ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് 2 മാസം മുമ്പ് സെപ്റ്റംബർ 21-ന്. മുഖ്യമന്ത്രിയുടെ ആരോഗ്യനില സംബന്ധിച്ച് അപ്പോളോ അധികൃതർ ഏറെ ദിവസം മൗനം പാലിച്ചതോടെ പ്രചരിച്ചത് വ്യാപകമായ അഭ്യൂഹങ്ങൾ. ജയയുടെ അസാന്നിധ്യത്തിൽ ധനമന്ത്രി പനീർശെൽവം മുഖ്യമന്ത്രിയുടെ താൽക്കാലിക ചുമതലയേറ്റത് കഴിഞ്ഞ മാസം 11-ന്. ബദൽ കൊണ്ട് ചെറുത്തുനിൽപ്പ്. സഹകരണ മേഖലാ പ്രതിസന്ധിയിൽ നിയമയുദ്ധത്തിനൊരുങ്ങി ജില്ലാ ബാങ്കുകൾ. റിസർവ് ബാങ്കിനെതിരെ സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് സഹകരണ മന്ത്രി AC മൊയ്തീൻ. ജില്ലാ ബാങ്കുകളിലെ നിക്ഷേപകർക്ക് കാർഡ് നൽകി സഹകരണ ബദൽ നടപ്പാക്കാനും തീരുമാനം. ജില്ലാ ബാങ്കുകൾ നൽകുന്ന സഹകരണ കാർഡ് ഉപയോഗിച്ച് നിക്ഷേപകർക്ക് സാധനങ്ങൾ വാങ്ങാം. സഹകരണ സ്ഥാപനങ്ങളിലെ നിക്ഷേപം സുരക്ഷിതമെന്നും ഇടപാടുകാർക്ക് പരിഭ്രാന്തി വേണ്ടെന്നും മന്ത്രിയുടെ ഉറപ്പ്. ശ്രീലേഖയെ തുണച്ച് സർക്കാർ. ADGP R ശ്രീലേഖയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം വേണമെന്ന ശുപാർശ തള്ളി ചീഫ് സെക്രട്ടറി. ആരോപണങ്ങളിൽ ശ്രീലേഖയുടെ വിശദീകരണം തൃപ്തികരമെന്ന റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക്. അതേസമയം ശ്രീലേഖയ്ക്കെതിരെ പ്രാഥമിക അന്വേഷണം നടക്കുന്നതായി കോടതിയിൽ വിജിലൻസ്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരിക്കെ ശ്രീലേഖ അഴിമതിയും ക്രമക്കേടുകളും കാട്ടിയെന്ന ആരോപണവുമായി അന്വേഷണത്തിന് ശുപാർശ നൽകിയത് ഗതാഗത വകുപ്പ്. റോഡ് സുരക്ഷാ ഫണ്ട് വിനിയോഗത്തിൽ ക്രമക്കേടും സ്ഥലം മാറ്റങ്ങളിൽ അഴിമതിയും ആരോപിച്ചായിരുന്നു അന്വേഷണ ആവശ്യം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2800 രൂപ, പവൻ 22,400 രൂപ, വെള്ളി ഗ്രാമിന് 48 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണ്ണ വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.